പാലോട്, പല തട്ടിലുള്ള വീഴ്ചയാണ് വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി സർക്കാരിന് സംഭവിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്നത് വ്യക്തവുമാണ്. മാതാപിതാക്കളുടെ ആരോപണം അതുതന്നെയാണ് സൂചിപ്പിക്കുന്നതും. മാത്രവുമല്ല, 7000-ഓളം ആളുകൾ ആശുപത്രിയിലേക്ക് അതിക്രമിച്ച് കടക്കാനിടയായ സാഹചര്യം എന്താണ്? അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ്? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ അതിൽ? അതിനെ സംബന്ധിച്ച് പോലീസും ഒരു വിവരം നൽകുന്നില്ല. നമ്മൾ കാണുന്ന കാഴ്ച ഇവിടെ നമുക്ക് ഇതിന്റെ എത്ര ഭീകരമായിരുന്നു ഈ സംഭവം എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ കൂട്ടിയിരിക്കുന്ന കസേരകൾ കാണാം, പ്ലാസ്റ്റിക് കസേരകൾ. ഇത് മുഴുവൻ അടിച്ചു തകർത്തതാണ് ഇവിടെ എത്തിയ അക്രമി സംഘം എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ സമരക്കാർ ഇരുന്നിരുന്ന സമരപന്തലിൽ ഉപയോഗിച്ചിരുന്ന കസേരകളാണ് ഈ വിധം തല്ലി തകർത്തിരിക്കുന്നു സമരക്കാർ എന്നുള്ളതാണ്. അക്രമാസക്തമായിരുന്നു. മാത്രമല്ല ഇതിനുള്ളിലേക്ക് കടക്കുകയും ചെയ്തു. ആശുപത്രിക്കുള്ളിലേക്ക് സമരക്കാർ കടക്കുകയും ചെയ്തു. പക്ഷേ അവർക്ക് 4ാം നിലയിലേക്ക് എത്തി തെളിവ് നശിപ്പിക്കാൻ എന്ന വണ്ണം ആ ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. അപ്പോഴും ഈ അക്രമത്തിന് പിന്നിൽ എന്ത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ആരാണ്, എന്തിനു വേണ്ടിയാണ് ഈ ആശുപത്രിയിലേക്ക് സമരക്കാരെ അടക്കം ഉപദ്രവിച്ചുകൊണ്ട് എത്തിയത് എന്ന ചോദ്യത്തിന് കൽക്കത്ത പോലീസിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ കൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കാൻ ഇതുവരെ കൽക്കത്ത പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 25ഓളം പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും കണ്ട് ഒരുമിച്ചൊത്തുകൂടിയതാണ്, സ്വന്തം നിലയിൽ വന്നതാണ്, പ്രത്യേക ആസൂത്രണമൊന്നും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നത് വ്യക്തമാണ്. ഇതിന് പിന്നിലെ ആരാണ് കളിക്കുന്നത് എന്ന ചോദ്യത്തിന് അതിനുകൂടി ഉത്തരം കിട്ടിയേ തീരൂ. അരുൺ. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. കൊൽക്കത്തയിൽ നിന്ന് റിപ്പോർട്ടർ വാർത്താ സംഘം തത്സമയ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇന്നിപ്പോൾ ഗവർണറുടെ പ്രതികരണവും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിരുന്നു. സർക്കാരിന് ഗുരുതരമായ വീഴ്ചയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്നാണ് ഗവർണർ CV ആനന്ദ് ബോസ് ആദിൽ പാലോടിനോട്, റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്.